ഹായ്. അപ്പോൾ ഞാൻ ഇന്നും ഒരു ചോദ്യത്തിലേക്ക് തന്നെ വരും. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക്. ഇതായിരുന്നു ചോദ്യം. താഴെ പറയുന്ന സംഭവങ്ങളുടെ ശരിയായ കാലക്രമം ഏതാണ്? താഴെ പറയുന്ന സംഭവങ്ങളുടെ ശരിയായ കാലക്രമം ഏതാണ്? ഇനി ഏതൊക്കെ സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? 1 കുറിച്യ കലാപം, 2 കുണ്ടറ വിളംബരം, 3 പഴശ്ശി കലാപം, 4 മലബാർ കലാപം. ഇനി ഇതിൻ്റെ ഓപ്ഷൻ എങ്ങനെയാ? ഓപ്ഷൻ എ 3, 1, 2, 4. ഓപ്ഷൻ ബി 1, 3, 2, 4. ഓപ്ഷൻ സി 3, 4, 2, 1. ഓപ്ഷൻ ഡി 3, 2, 1, 4. അപ്പോൾ ഇതിൽ ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് ഇത് ഓരോന്നും നടന്ന വർഷം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് കുറിച്യ കലാപം. കുറിച്യ കലാപം 1812 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്നു കുറിച്യ കലാപം 1812. രണ്ടാമത് കൊടുത്ത കുണ്ടറ വിളംബരം അതെപ്പോഴാ? 1809. 1809 ജനുവരി 11 വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തി. ഇനി അടുത്തത് പഴശ്ശി കലാപം. അതിന് 2 ഘട്ടമുണ്ട്. 1793 മുതൽ 1797 വരെയായിരുന്നു ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം 1800 മുതൽ 1805 വരെ. 1805 നവംബർ 30 ആയപ്പോൾ പഴശ്ശി കൊല്ലപ്പെട്ടു. 1805 നവംബർ 30 പഴശ്ശി മരണമടഞ്ഞു എന്ന് പറയാം. കാരണം പഴശ്ശി മരണമടഞ്ഞതിനെ കുറിച്ച് പല അഭിപ്രായമുണ്ട്. പഴശ്ശി ആത്മഹത്യ ആണെന്നും പഴശ്ശി വെടിയേറ്റ് മരിച്ചതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഴശ്ശി മരണമടഞ്ഞു എന്ന് പറഞ്ഞത്. ഇനി അടുത്ത മലബാർ കലാപം എപ്പോഴാണ്? 1921. 1921 മലബാർ കലാപത്തിനാണ് നമ്മൾ ആ പൂക്കോട്ടൂർ കലാപം എന്നൊക്കെ പറയുന്നത്. കാരണം കലാപം ആരംഭിച്ചത് പൂക്കോട്ടൂരിലാണ്. അതുകൊണ്ടാണ് അതിനെ പൂക്കോട്ടൂർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ അത് 1921. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എങ്ങനെ വരിക? ആദ്യം മൂന്നാമത്തെ വരണം. മൂന്നാമത്തെ എന്താ? പഴശ്ശി കലാപം. അതെപ്പോഴാണ്? 1793 മുതൽ 1797 വരെ ഒന്നാം ഘട്ടവും 1800 മുതൽ 1805 വരെ രണ്ടാം ഘട്ടവും. അടുത്ത 2 വരണം അല്ലേ? 2 എന്തായിരുന്നു? കുണ്ടറ വിളംബരം 1809. 1809 കുണ്ടറ വിളംബരം. അടുത്ത ഏത് വരണം? ഒന്നാമത്തെ വരണം. ഒന്നാമത്തെ എന്താ? കുറിച്യ കലാപം 1812 കുറിച്യ കലാപം. അപ്പോൾ ഇനി അവസാനത്തേത് മലബാർ കലാപം 1921. മലബാർ കലാപം 1921. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് 3, 2, 1, 4. ഏതാ ആൻസർ? ഓപ്ഷൻ ഡി 3, 2, 1, 4. അതായത്